ഇന്നൊരു ചെമ്മീൻ അച്ചാറായാലോ? ഇഞ്ചി ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. പച്ചമുളകും കറിവേപ്പിലയും അപ്പോൾ നമ്മുടെ മസാല ഏകദേശം കളർ ബ്രൗണിഷായി വരുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ പൊടികൾ ഇതിനകത്ത് ചേർക്കുക എന്നുള്ളതാണ്. മസാലപ്പൊടികൾ അത് നമ്മൾ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ചേർക്കാം. ഇവിടെ ഞാൻ എല്ലാ മസാലകളും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കായം, ഉലുവ പൊടിച്ചത്, ഇതെല്ലാം നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കാം. കിലോ പരുവത്തിനുള്ള 1 കിലോ വരുന്ന ചെമ്മീനാണ്. അതിനുള്ള മസാലയാണ്. ഇത് കിലോ ഫയറിലൊന്ന് മിക്സ് ചെയ്ത് നമുക്കത് കരിയാതെ റോസ്റ്റ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്ത മസ്റ്റാർഡാണ്. ഫ്ലേവർ എൻഹാൻസറാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന കുറച്ച് ഓയിലുണ്ട്, അത് ചേർക്കാം. അത് നല്ല ഫ്ലേവർ തരുന്ന ഒന്നാണ്. ഇതിൻ്റെ മസാല വേണ്ട, ഇത് ഓയിൽ മാത്രം മതി. ചേർക്കാൻ സ്റ്റേജ് ആയിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു ലേശം ഉപ്പ് ചേർക്കാം. ഉപ്പ് നമുക്ക് ലാസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ തരും. ഇത് ഞാനിതിൽ കാഴ്ചവെച്ചിലൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് വിനെഗർ ചേർക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്തിന് നമ്മുടെ റോസ്റ്റ് ചേർക്കാം. ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് സോസി ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇത് ഒരുപാട് നാൾ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ കേടായി പോകും. എന്നാലും ഒരാഴ്ച 2 ആഴ്ച നമുക്കിത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. നല്ലൊരു മെത്തേഡാണ്. അവസാനമായിട്ട് നമുക്ക് സോൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഒന്ന് ചൂടായിട്ട് സ്റ്റോപ്പ് ചെയ്യാം.